ഹായ് ഫ്രണ്ട്സ്, സിലോജിസത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് പോസിബിലിറ്റി. ഇന്ന് പോസിബിലിറ്റിയെ കുറിച്ചുള്ള അതിൻ്റെ റൂൾസും അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളൊരു ഭാഗമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു എക്സാമ്പിളായിട്ട് പറയാം. ഇപ്പോൾ സം എ ആർ ബി, ഓൾ ബി ആർ സി, നോ സി ഈസ് ഡി. ഈ ഒരു എക്സാമ്പിളിൽ ഇപ്പോൾ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട് എയും ഡിയും തമ്മിലൊരു റിലേഷൻ പറയുകയാണെന്ന് വിചാരിച്ചോ. അപ്പോൾ എയും ഡിയും തമ്മിൽ സം എ ആർ ഡി എന്ന് ഡെഫിനറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല, അതേപോലെ നോ എ ആർ ഡി എന്ന് ഡെഫിനറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. കാരണം എന്താ, ഈ ഡീനെ എ ആയിട്ട് കണക്ട് ചെയ്യാണ്ടെയും വരയ്ക്കാം, കണക്ട് ചെയ്തിട്ടും വരയ്ക്കാം. അപ്പോൾ അവിടെ പോസിബിലിറ്റി വരുന്നുണ്ട് പറഞ്ഞു. അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സം എ ആർ ഡി ഈസ് എ പോസിബിലിറ്റി. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇതെന്ത് നമ്മൾ നോക്കുക, എയും ഡിയും തമ്മിൽ ഒരു റിലേഷൻ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കൺക്ലൂഷൻ സം എ ആർ ഡി എന്നാണ് സം എ ആർ ഡി ആ കൊടുത്തിരുന്നത് വെച്ചാൽ നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. കാരണം എന്താ, ഡി ആയിട്ട് കണക്ട് ചെയ്തിട്ടും വരയ്ക്കാം, കണക്ട് ചെയ്യാണ്ടെയും വരയ്ക്കാം, ഡെഫിനറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സം എ ആർ ഡി ഈസ് എ പോസിബിലിറ്റി, ചാൻസ് ഉണ്ട് എന്നാണ് കൺക്ലൂഷനിൽ പറഞ്ഞിരിക്കുന്നത്. അതാണല്ലോ നമ്മൾ പറഞ്ഞത്, എയും ഡിയും കണക്ഷൻ വരാനും ചാൻസ് ഉണ്ട്, കണക്ഷൻ വരാതിരിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ സം എ ആർ ഡി ഈസ് എ പോസിബിലിറ്റി പറഞ്ഞാൽ ട്രൂ ആണ്. സം എ ആർ ഡി ഈസ് എ പോസിബിലിറ്റി. അതേപോലെ ഇപ്പോൾ നമ്മൾ ഈ ഡയഗ്രത്തിൽ നിന്ന് നമ്മൾ എന്തൊക്കെയാണ് ശരിക്കുള്ള കൺക്ലൂഷൻസ് എന്തൊക്കെയാണ്, ഡെഫിനറ്റ് ആയിട്ടുള്ള കൺക്ലൂഷൻസ് എന്തൊക്കെയാണ്? സം എ ആർ ബി, സം എ ആർ സി, അതേപോലെ സം ബി ആർ സി, ഓൾ ബി ആർ സി, സം സി ആർ ബി, അതും ട്രൂ ആണ്. അപ്പോൾ ഇനി തിരിച്ച് പറയാം. ഇപ്പോൾ ഈ ഒരു കേസ് മാത്രം നോക്കുക. ഓൾ ബി ആർ സി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു സം സി ആർ ബി എന്നാണ് അതിൻ്റെ കൺക്ലൂഷൻ അല്ലേ. ഓൾ ബി ആർ സി പറഞ്ഞാൽ സം സി ആർ ബി എന്നാണ് കൺക്ലൂഷൻ. തിരിച്ച് ഓൾ സി ആർ ബി എന്ന് പറയാൻ പറ്റില്ല, ഡെഫിനറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ ഓൾ സി ക്യാൻ ബി ബി, അത് പറയാം. അതൊരു പോസിബിലിറ്റിയാണ്. അതായത് ബി മൊത്തം സി ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബി മൊത്തം സി എന്ന് പറയുമ്പോൾ ഇതന്നെ സി ആയിട്ട് എടുക്കാം. മനസ്സിലായോ? ബി മൊത്തം സി ആണെന്നല്ല അർത്ഥം, ഓൾ ബി ആർ സി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ബിയും സിയും ഈക്വൽ ആവാം എന്ന് പറയുമ്പോൾ ഓൾ സി ആർ ബി എന്നുള്ളൊരു പോസിബിലിറ്റിയാണ് അവിടെ. അപ്പോൾ ഓൾ സി ക്യാൻ ബി ബി അല്ലെങ്കിൽ ഓൾ സി ആർ ബി ഈസ് എ പോസിബിലിറ്റി എന്ന് പറയുകയാണെങ്കിൽ അത് ട്രൂ ആണ്. ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്, ഡെഫിനറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ടുള്ള കൺക്ലൂഷൻസാണ് തരുന്നതെങ്കിൽ അത് അവിടെ ഒരു ഫോൾസ് ആയിരിക്കും. പക്ഷേ പോസിബിലിറ്റി അവിടെ എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ ഈ പോസിബിലിറ്റി ചെക്ക് ചെയ്യുമ്പോൾ കുറച്ച് റൂൾസ് ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ ഓൾ ബി ആർ സി ആണ്, ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പോസിബിലിറ്റി പറയാം. പക്ഷേ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന ഒരു റിലേഷനെ പോസിബിലിറ്റി ആയിട്ട് പറയാൻ പറ്റില്ല. അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓൾ ബി ആർ സി ആണല്ലോ, അപ്പോൾ സം സി ആർ ബി, അതേപോലെ ഓൾ സി ക്യാൻ ബി ബി. പക്ഷേ തിരിച്ച് ഓൾ ബീയിങ് എ ഈസ് എ പോസിബിലിറ്റി, ബീയിങ് സി ഈസ് എ പോസിബിലിറ്റി. ഓൾ ബി ബീയിങ് സി പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? ഓൾ ബി ആർ സി എന്നല്ലേ ഓൾറെഡി കൊടുത്തിരിക്കുന്നത്, വീണ്ടും അതന്നെ പറയുകയാണ് ഓൾ ബി ബീയിങ് സി ഈസ് എ പോസിബിലിറ്റി, അല്ലെങ്കിൽ ഓൾ ബി ആർ സി ഈസ് എ പോസിബിലിറ്റി പറഞ്ഞാൽ അത് അവിടെ തെറ്റാണ്. ഇത് ശരിയാണ്, ഇത് തെറ്റാണ്. മനസ്സിലാവുന്നുണ്ടോ? ഓൾ ബി ആർ സി എന്ന് പറയുന്നത് ഓൾറെഡി നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ ഡയഗ്രത്തിൽ ഓൾറെഡി ഉള്ളതാണ്. അപ്പോൾ ഓൾ ബി ആർ സി എന്ന് ഓൾറെഡി ഉള്ളത് കൊണ്ട് തന്നെ ഓൾ ബി ആർ സി ഈസ് എ പോസിബിലിറ്റി എന്ന് പറയാൻ പറ്റില്ല. അത് അവിടുത്തെ റൂളാണ്. പോസിബിലിറ്റിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന റിലേഷനെ പോസിബിലിറ്റി ആയിട്ട് പറയാൻ പറ്റില്ല. ഓൾറെഡി നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ പോസിബിലിറ്റി ആയിട്ട് പറയാൻ പറ്റില്ല. തിരിച്ച് ഓൾ സി ക്യാൻ ബി ബി, ഓൾ സി ക്യാൻ ബി ബി. അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട് സം എ ആർ ബി എന്ന് പറഞ്ഞു. ഈ സം എ ആർ ബി പറയുമ്പോൾ നമ്മൾ എന്താ ഫസ്റ്റ് കൺക്ലൂഷൻ എന്താ പറഞ്ഞിരുന്നത്? സം ബി ആർ എ ആണ് അർത്ഥം എന്നാ പറഞ്ഞത്. സം എ ആർ ബി പറഞ്ഞാൽ സം ബി ആർ എ ആണ്. പക്ഷേ പോസിബിലിറ്റിയുടെ കേസ് വരുമ്പോൾ ഓൾ എ ക്യാൻ ബി ബി ട്രൂ ആണ്, ഓൾ ബി ക്യാൻ ബി എയും ട്രൂ ആണ്. മനസ്സിലാവുന്നുണ്ടോ? പോസിബിലിറ്റി പറഞ്ഞാൽ ഇത് എയുടെ കുറച്ച് ഭാഗം ബി ആവണം എന്നാണ് സ്റ്റേറ്റ്മെൻറ്റ്. പക്ഷെ നമുക്ക് ചാൻസ് വേണമെങ്കിൽ എല്ലാം ബി ആവാം, അല്ലെങ്കിൽ എല്ലാം എ ആവാം, തിരിച്ചും പറയാം. അതുകൊണ്ട് ഈ സം എ ആർ ബീൻ്റെ കേസിൽ ഓൾ എ ക്യാൻ ബി ബി
അല്ലെങ്കിൽ ഓൾ ബി ക്യാൻ ബി എ എന്ന് പറയണതും ട്രൂ ആണെന്ന്. ഓൾ ബി ആർ സി എന്ന് പറയുകയാണെങ്കിൽ ശരിക്കും നമ്മൾ കൺക്ലൂഷൻ സം സി ആർ ബി ആണ്. പക്ഷേ പോസിബിലിറ്റിയുടെ കേസിൽ വരുമ്പോൾ ഓൾ സി ക്യാൻ ബി ട്രൂ ആയിട്ട് വരും. ഓൾ സി ക്യാൻ ബി സം സി ആർ ബി ഓൾറെഡി നമ്മൾ പഠിച്ച കൺക്ലൂഷനാണ്. പോസിബിലിറ്റിയുടെ കേസിൽ വരുമ്പോൾ ക്യാൻ ബി അല്ലെങ്കിൽ ഓൾ സി ബീയിങ് ബി ഈസ് എ പോസിബിലിറ്റി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും സെയിം ആണ്. ഓൾ സി ക്യാൻ ബി പറഞ്ഞാലും ഓൾ സി ബീയിങ് ബി ഈസ് എ പോസിബിലിറ്റി പറഞ്ഞാലും ട്രൂ ആണ്. തിരിച്ച് ഓൾ ബി ബീയിങ് സി ഈസ് എ പോസിബിലിറ്റി എന്ന് പറയാൻ പറ്റില്ല. അതായത് ഓൾ ബി ഇതിവിടെ ട്രൂ ആണ്. ഓൾ സി ക്യാൻ ബി ട്രൂ ആണ്. ഓൾ ബി ബീയിങ് സി അതാണ് ഓൾ ബി ആർ സി എന്ന് പറയുന്നത്. ഇത് തെറ്റാണ്. പോസിബിലിറ്റിയുടെ കേസിൽ ഓൾ ബി ബീയിങ് സി ഈസ് എ പോസിബിലിറ്റി പറഞ്ഞാൽ അത് തെറ്റാണ്. കാരണം ഓൾ ബി ആർ സി ഓൾറെഡി സ്റ്റേറ്റ്മെൻറ്റിൽ അല്ലെങ്കിൽ ഡയഗ്രത്തിൽ കൊടുത്തിരിക്കുന്നതാണ്. പക്ഷേ ഓൾ സി ക്യാൻ ബി അതാണ് ഫസ്റ്റ് പഠിച്ചത്. പിന്നെ സം എ ആർ ബീൻ്റെ കേസിലാണെങ്കിൽ സം എ ആർ ബി പറഞ്ഞു കഴിഞ്ഞാൽ സം ബി ആർ എ ആണെന്നാണ് നമ്മൾ പഠിച്ചത്. ഇതിൽ പറയുമ്പോൾ പോസിബിലിറ്റി പറയുമ്പോൾ സം എ ആർ ബി ആണെങ്കിൽ പോലും ഓൾ എ ക്യാൻ ബി ഓൾ ബി ക്യാൻ ബി എ രണ്ടും പോസിബിളാണ്. ഇനി നമ്മൾ പഠിച്ചത് ഇവിടെ പറയുക നെഗറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടല്ലോ. ഇപ്പോൾ എയും ഡിയും തമ്മിലുള്ള റിലേഷൻ ഇവിടെ നമ്മൾ പറഞ്ഞു സം എ ആർ ഡി ഈസ് എ പോസിബിലിറ്റി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ഡയഗ്രത്തിൽ നിന്ന് മാക്സിമം എന്തൊക്കെ പോസിബിലിറ്റി ആണെന്നുള്ളത് ആദ്യം ഒന്നുകൂടി പറയാം. ഓൾ എ ആർ ബി ഈസ് എ പോസിബിലിറ്റി. നമുക്ക് ആദ്യം കൺക്ലൂഷൻസ് എന്തൊക്കെയായിരുന്നു? സം എ ആർ ബി ആണ് ഡെഫിനറ്റ് ആയിട്ടുള്ളത്. അതേപോലെ സം ബി ആർ എ ആണ്. അതേപോലെ സം സി ആർ ബി ഓൾ ബി ആർ സി ഇത്രയാണ് സംഭവങ്ങൾ. അപ്പോൾ ഓൾ എ ക്യാൻ ബി അതേപോലെ തിരിച്ച് ഓൾ ബി ക്യാൻ ബി എ അല്ലെങ്കിൽ ഓൾ സി ക്യാൻ ബി എ ഓൾ എ ക്യാൻ ബി സി ഇതൊക്കെ പോസിബിളാണ്. അതായത് ഒരു സിംഗിൾ ഡയഗ്രത്തിൽ നമുക്ക് എല്ലാം പോസിറ്റീവായിട്ടുള്ള എല്ലാ പോസിബിലിറ്റിയും പോസിബിളായിരിക്കും. ഇനി തിരിച്ച് പറയാം, വേറൊരു എക്സാമ്പിൾ പറയാം. അതായത് എയും ഡിയും ഇവിടെ പറഞ്ഞല്ലോ, എയും ഡിയും വെച്ചിട്ടുള്ള റിലേഷൻ പറയുകയാണെങ്കിൽ എയും ഡിയും സം എ ആർ ഡി ഈസ് എ പോസിബിലിറ്റി എന്നാണ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ കൺക്ലൂഷൻ. അപ്പോൾ എയും ഡിയും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ് നിൽക്കുന്നത്? ഇവിടെ നമുക്കറിയാം സം എ ആർ ഡി പോസിബിൾ അല്ല എന്നല്ല, ഡെഫിനിറ്റ് കൺക്ലൂഷൻ അല്ല. അല്ലെങ്കിൽ നോ എ ആർ ഡി എന്നാണ് കൺക്ലൂഷൻ എങ്കിൽ അതും ഡെഫിനറ്റ് ആയിട്ട് ഫോളോ ചെയ്യില്ല. പക്ഷേ ഇവിടെ നമ്മുടെ കൺക്ലൂഷൻ പോസിബിലിറ്റിയിലാണ് ഓൾറെഡി തന്നിരിക്കുന്നത്. അതായത് സം എ ആർ ഡി ഈസ് എ പോസിബിലിറ്റി എന്നാണ് കൺക്ലൂഷൻ. ഈ ഡീനെ നമുക്ക് എയിൽ കണക്ട് ചെയ്ത് വരയ്ക്കാം. അപ്പോൾ സം എ ആർ ഡി ഈസ് എ പോസിബിലിറ്റി എന്ന് ഓൾറെഡി കൺക്ലൂഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഫോളോ ചെയ്യും. തിരിച്ച് ഇനി അതല്ലെങ്കിൽ വേറൊരു കൺക്ലൂഷൻ പറയുകയാണെന്ന് വെച്ചാൽ ഇനി വേറൊരു റൂൾ എന്താ നേരത്തെ പറഞ്ഞത് എന്താണ്? ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള കൺക്ലൂഷൻസ് വീണ്ടും പോസിബിലിറ്റി ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫോൾസ് ആയിരിക്കും എന്നാണ് മുന്നേ പറഞ്ഞത്. അതാണ് ഇവിടെ പറഞ്ഞത് ഓൾ ബീയിങ് സി ഈസ് എ പോസിബിലിറ്റി. ഓൾറെഡി ഓൾ ബി ആർ സി ആണ്. അപ്പോൾ ഓൾ ബീയിങ് സി ഈസ് എ പോസിബിലിറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അതേപോലെ തിരിച്ചും പറയാം. ഇവിടെ ശരിക്കും നമുക്ക് കിട്ടുന്ന എന്താണ്? സം സി ആർ എ ഓൾറെഡി നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ സം സി ബീയിങ് എ ഈസ് എ പോസിബിലിറ്റി പറഞ്ഞാൽ അത് എന്തായിരിക്കും? ഫോൾസ് ആയിരിക്കും. സം സി ബീയിങ് എ ഈസ് എ പോസിബിലിറ്റി. സം സി ബീയിങ് എ ഈസ് എ പോസിബിലിറ്റി പറഞ്ഞാൽ അത് ട്രൂ ആയിരിക്കുമോ? ഫോൾസ് ആയിരിക്കും. കാരണം ഓൾറെഡി സം സി ആർ എ ആണ്. തിരിച്ച് വീണ്ടും പറയാം, സം സി ആർ ബി ആണല്ലോ. നമുക്ക് ഈ ഡയഗ്രത്തിൽ നിന്ന് അറിയാം സം സി ആർ ബി ആണ്, അല്ലെങ്കിൽ സം ബി ആർ സി ആണ്, ഓൾ ബി ആർ സി ആണ്. അപ്പോൾ സം സി ബീയിങ് ബി ഈസ് എ പോസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫോൾസ് ആയിരിക്കും. കാരണം ഓൾറെഡി സം സി ആർ ബി ആണ്. അപ്പോൾ സം സി ബീയിങ് ബി ഈസ് എ പോസിബിലിറ്റി പറഞ്ഞാൽ അതും ഫോൾസ് ആണ്. അതാണ് ഇവിടെ പറഞ്ഞത്. ഓൾ സി ക്യാൻ ബി ബട്ട് സം സി ബീയിങ് ബി ഈസ് എ പോസിബിലിറ്റി. ഇത് ഫോൾസ് ആയിരിക്കും. ഈ രണ്ട് സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് ശ്രദ്ധിക്കുക. ഓൾ സി ക്യാൻ ബി ഓൾ സി ആർ ബി എന്ന് പറഞ്ഞാൽ ഫോൾസ് ആണ്. കാരണം ഓൾ ബി ആർ സിൻ്റെ അർത്ഥം സം സി ആർ ബി എന്ന് മാത്രമാണ്. ഓൾ സി ക്യാൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോസിബിലിറ്റിയാണ്, അത് ട്രൂ ആണ്. കാരണം ആവാമെന്നാണ് കൺക്ലൂഷനിലേ പറയുന്നത്. ആവാമെന്ന് പറഞ്ഞാൽ അത് ട്രൂ ആണ്. പക്ഷേ സം സി ആർ ബി എന്നാണ്
കാരണം എന്താ, ഓൾ ബി ആർ സി പറഞ്ഞാൽ സം സി ആർ ബി ആണ്. അപ്പോൾ സം സി ബീയിങ് ബി അല്ലെങ്കിൽ സം സി ബീയിങ് ബി ഈസ് എ പോസിബിലിറ്റി എന്ന് പറയുന്നത് ഫോൾസ് ആണ്. മനസ്സിലായോ? ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ് സം സി ആർ ബി എന്ന് പറയുന്നത്. അപ്പോൾ സം സി ബീയിങ് ബി ഈസ് എ പോസിബിലിറ്റി പറയുന്നത് ഫോൾസ് ആണ്. അപ്പോൾ ഈ ഒരു റൂളാണ് മെയിനായിട്ട് പഠിക്കേണ്ടത്. അതായത് പോസിബിലിറ്റിയിൽ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളോ കൺക്ലൂഷൻസോ വീണ്ടും കൺക്ലൂഷനായിട്ട് വരികയാണെങ്കിൽ അത് പോസിബിലിറ്റി അവിടെ നിൽക്കില്ല, അല്ലെങ്കിൽ പോസിബിലിറ്റി അത് ഫോൾസ് ആയിരിക്കും. പിന്നെ അതാണ് ഫസ്റ്റ് പഠിക്കേണ്ട പോയിന്റ്. ഇതിന്ന് ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ പോസിബിലിറ്റി ആയിട്ട് കൺക്ലൂഷൻ തരികയാണെങ്കിൽ അത് ഫോളോ ചെയ്യില്ല. പിന്നെ ഒരേ ഫിഗറിൽ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ഒരു ഫിഗർ ഇല്ലാണ്ട് വരുമ്പോൾ എല്ലാത്തിനെയും കൂടി നമുക്ക് യോജിപ്പിക്കാൻ പറ്റും. അതായത് എക്കും സിക്ക് സം എ ആർ സി ആണ് ഓൾറെഡി ഉള്ളൂ, പക്ഷേ ഓൾ എ ക്യാൻ ബി സി, ഓൾ സി ക്യാൻ ബി എ. പക്ഷെ തിരിച്ച് പറ്റില്ല. പിന്നെ ഓൾ ബി ആർ സി ആണ്, പക്ഷേ ഓൾ ബി ക്യാൻ ബി സി എന്ന് പറഞ്ഞാൽ അത് ഫോൾസ് ആണ്, കാരണം ഓൾറെഡി ഓൾ ബി ആർ സി ആണ്. ഈ 2 പോയിന്റ് മെയിനായിട്ട് പഠിക്കുക. പിന്നെ വേറൊരു എക്സാമ്പിൾ പറയാം. ഇതേപോലെ തന്നെ സം ജി എഫ് എച്ച് ഐ. ഇനി നമുക്ക് സ്റ്റേറ്റ്മെൻറ്റിൽ നെഗറ്റീവായിട്ടാണ് പോസിബിലിറ്റി വിചാരിക്കുക. അപ്പോൾ സം ജി ബീയിങ് ഐ ഈസ് എ പോസിബിലിറ്റി. ഇവിടെ നമ്മൾ സം എ ആർ ഡി ഈസ് എ പോസിബിലിറ്റി നമ്മൾ നോക്കി. അപ്പോൾ എന്താ നോക്കി, ഡീനെ എ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കി. കണക്ട് ചെയ്യാൻ പറ്റുന്നുള്ളതുകൊണ്ട് ആ പോസിബിലിറ്റി പറയുന്നത് ട്രൂ ആണ്. പക്ഷേ ഇവിടെ ജിയും ഐൻ്റെ കേസിൽ അതേപോലെ തന്നെ സം ജി ബീയിങ് ഐ ഈസ് എ പോസിബിലിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഐനെയും ജീനെയും കണക്ട് ചെയ്ത് വരയ്ക്കാൻ പറ്റുമെന്നാണ് നോക്കേണ്ടത്. അപ്പോൾ ഐയുടെ നമുക്ക് ഇവിടെ ചേർത്ത് വരയ്ക്കാം. അപ്പോൾ ഈ പോസിബിലിറ്റി ട്രൂ ആണ്. പക്ഷേ നോ ജി ഈസ് ഐ ഈസ് എ പോസിബിലിറ്റി. നെഗറ്റീവായിട്ടാണ് നമ്മുടെ പോസിബിലിറ്റി നിൽക്കുന്നതെങ്കിൽ, നെഗറ്റീവായിട്ടുള്ളത് എങ്ങനെ കണ്ടുപിടിക്കേണ്ടതെന്ന് പറയാൻ പോണത്. ഓൾറെഡി നെഗറ്റീവായിട്ടുള്ള കൺക്ലൂഷനാണ് നമുക്ക് തരുന്നതെങ്കിൽ നമ്മൾ ഓൾറെഡി ആ പോസിബിലിറ്റി പോസിബിൾ ആണോ നോക്കുക. അത് പോസിബിൾ ആണെങ്കിൽ നെഗറ്റീവായിട്ടുള്ളത് നിൽക്കില്ല, അത് ഫോൾസ് ആയിരിക്കും. അതായത് ജിയും ഐയും ആണ് പോസിബിലിറ്റി പറയുന്നത്. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന കൺക്ലൂഷൻ വിചാരിക്കുക. മുകളിലുള്ളത് തന്നിട്ടില്ല. നോ ജി ഈസ് ഐ ഈസ് എ പോസിബിലിറ്റി എന്നാണ് നമ്മുടെ കൺക്ലൂഷൻ വിചാരിക്കുക. അപ്പോൾ ജിയും ഐയും തമ്മിലുള്ളൊരു കണക്ഷൻ ആദ്യം പോസിബിൾ ആണോ നോക്കുക. അപ്പോൾ എന്താ, പോസിബിൾ ആണ്. അതാണ് നമ്മൾ പറഞ്ഞത് സം ജി ബീയിങ് ഐ ഈസ് എ പോസിബിലിറ്റി എന്നാണ് നമുക്ക് തന്നിരിക്കുന്ന കൺക്ലൂഷൻ. അപ്പോൾ എന്ത് ചെയ്യണം, നെഗറ്റീവായുള്ള പോസിബിലിറ്റി ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിലുള്ള എലമെൻറ്റ്സ് ഏതാ വെച്ചാൽ അവ തമ്മിലുള്ള പോസിബിലിറ്റി പോസിബിൾ ആണോ നോക്കുക. ഇപ്പോൾ ജിയും ഐയും ആണ് ഇതിലുള്ളത്. അപ്പോൾ ജിയും ഐ ആകുമ്പോൾ ജിയും ഐയും ആദ്യം റിലേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുമോ നോക്കുക. ഐയെ എച്ചുമായിട്ട് കണക്ട് ചെയ്യാണ്ട് വരച്ചാൽ മതി. അപ്പോൾ ഐയെ ജി ആയിട്ട് കണക്ട് ചെയ്താൽ ജിയും ഐയും തമ്മിലുള്ള റിലേഷൻ പറ്റും. അതായത് സം ജി ബീയിങ് ഐ ഈസ് എ പോസിബിലിറ്റി ആണ് ട്രൂ. അപ്പോൾ നോ ജി ഈസ് ഐ ഈസ് എ പോസിബിലിറ്റി എന്ന് പറയുന്നത് ഫോൾസ് ആയിരിക്കും. അപ്പോൾ നെഗറ്റീവായിട്ടുള്ള പോസിബിലിറ്റി കൺക്ലൂഷൻ വന്നു കഴിഞ്ഞാൽ അവ തമ്മിലുള്ള റിലേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുമോ നോക്കുക. പറ്റുമെങ്കിൽ ആ നോ പറയണത് തെറ്റാണ്. ഇനി ഓൾറെഡി പറ്റില്ല എന്നാണെങ്കിലും അപ്പോൾ തിരിച്ച് പറയാണ് എഫ് ഈസ് ഐ ഈസ് എ പോസിബിലിറ്റി എന്നാണ് പറഞ്ഞിരിക്കുന്നത് വിചാരിക്കുക. ഇത് ശ്രദ്ധിക്കണം. നോ എഫ് ഈസ് ഐ അത് പോസിബിലിറ്റിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ എഫും ഐയും വെച്ച് നോക്കുക. ഓൾറെഡി എച്ചുമായിട്ട് ഐ കണക്റ്റഡ് അല്ല, അതായത് നോ എച്ച് ഈസ് ഐ ആണ്. അപ്പോൾ ഓൾറെഡി എഫും ഐയും കണക്ഷൻ വരാൻ പാടില്ലല്ലോ. അപ്പോൾ നോ എഫ് ഈസ് ഐ ഓൾറെഡി നമുക്ക് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ്, അല്ലെങ്കിൽ ഡയഗ്രത്തിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ് നോ എഫ് ഈസ് ഐ എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന ഒരു കാര്യത്തിനെ പോസിബിലിറ്റിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫോൾസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ നോ എഫ് ഈസ് ഐ എന്ന് പറയുന്നത് ഓൾറെഡി നമുക്ക് കിട്ടുന്ന കാര്യമാണ്, അതിനെ പോസിബിലിറ്റിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോ എഫ് ഈസ് ഐ ഈസ് എ പോസിബിലിറ്റി പറയുന്നത് ഫോൾസ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഓൾറെഡി നമുക്ക് ഇപ്പോൾ അതാണ് നേരത്തെ പറഞ്ഞത്. ഇവിടെ പറഞ്ഞല്ലോ സം എ ആർ ഡി ഈസ് എ പോസിബിലിറ്റി, സം എ ആർ ബി ഈസ് എ പോസിബിലിറ്റി എന്ന് പറയുകയാണെങ്കിൽ അത് തെറ്റാണ്. കാരണം ഓൾറെഡി സം എ ആർ ബി ആണ്. സം എ ആർ ബി ഈസ് എ പോസിബിലിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫോൾസ് ആണ്. അതേപോലെ ഓൾ ബി ക്യാൻ ബി സി എന്ന് പറഞ്ഞാൽ അത് ഫോൾസ് ആണ്, കാരണം ഓൾറെഡി ഓൾ ബി ആർ സി ആണ്. അപ്പോൾ ഓൾ ബി ബീയിങ് സി ഈസ് എ പോസിബിലിറ്റി പറഞ്ഞാൽ അത് ഫോൾസ് ആണ്. അതേപോലെ തന്നെയാണ് ഇവിടെ വരുന്നത്. നോ എഫ് ഈസ് ഐ ഓൾറെഡി നമുക്ക് ഇതിന്ന് കിട്ടുന്നതാണ്. നോ എഫ് ഈസ് ഐ. അപ്പോൾ നോ എഫ് ഈസ് ഐ ഈസ് എ പോസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫോൾസ് ആണ്. ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്തിരുന്ന കാര്യത്തിനെ പോസിബിലിറ്റിയിൽ പറഞ്ഞുകൊണ്ട് അത് ഫോൾസ് ആണ്. ഇതിൻ്റെ രണ്ടിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കി വെക്കുക.
ഇത് ഓൾറെഡി നമുക്ക് ഫിഗറിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ അത് പോസിബിലിറ്റിയിൽ പറയാൻ പറ്റാത്തത് കൊണ്ടാണ് അത് ഫോൾസ് ആയത്. മോളിൽ എന്താണ്, ഇത് ഓൾറെഡി ജിയും ഐയും തമ്മിലൊരു റിലേഷൻ നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത്. ശരിക്ക് നോയിൽ പോസിബിലിറ്റിയിൽ നോ വരികയാണെങ്കിൽ അവ തമ്മിലുള്ള റിലേഷൻ ആദ്യം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുമോ നോക്കുക. പറ്റുന്നുണ്ടെങ്കിൽ ആ നോ പറയുന്നത് ഫോൾസ് ആയിരിക്കും. ഇത്രയും കാര്യമാണ് മെയിനായിട്ട് നോക്കേണ്ടത്. അപ്പോൾ പോസിബിലിറ്റിയിൽ നമ്മൾ മെയിനായിട്ട് എന്തൊക്കെ റൂൾ പറഞ്ഞത്, അതായത് ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന ഒരു കാര്യത്തിനെ പോസിബിലിറ്റിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫോൾസ് ആയിരിക്കും. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഒരേ ഡയഗ്രത്തിൽ കണക്ട് ചെയ്തുള്ള എലമെൻറ്റ്സ് ആണെങ്കിൽ അവ തമ്മിൽ പോസിബിൾ ആയിരിക്കും എല്ലാം. അതായത് ഇപ്പോൾ എയും ബിയും തമ്മിൽ all AR B is a possibility, all AR C is a possibility, all CR A is a possibility. അതൊക്കെ പോസിബിൾ ആണ്. ഇനിയിപ്പോൾ ഇവിടെ ഒരു ഡി ഉണ്ട് ഒരു ഇ ഉണ്ട് വിചാരിക്കുക. അപ്പോൾ ഇവിടെ ശരിക്കും കണക്ഷൻ നമ്മൾ ഡെഫിനിറ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുകയാണെങ്കിൽ സം AR E എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളത് ഡെഫിനറ്റായിട്ട് പറയാൻ പറ്റാത്തതുകൊണ്ട് ഫോൾസാണ് പറയുക. പക്ഷേ തിരിച്ച് സം AR E is a possibility എന്ന് പറയുകയാണെങ്കിൽ അത് ട്രൂ ആണ്. കാരണം ഈ ഇനെ നമുക്ക് ഇവിടെ കണക്ട് ചെയ്ത് വരയ്ക്കാം. അങ്ങനെ വരച്ച് കഴിഞ്ഞാൽ എയും ബിയും കണക്ഷൻ വരും. അപ്പോൾ സം AR E is a possibility. അതേപോലെ സം BR E is a possibility, all AR E is a possibility, അതൊക്കെ വരും. അതായത് ഒറ്റ ഫിഗറിൽ കിട്ടുന്നതാണെങ്കിൽ അവ തമ്മിലുള്ള പോസിബിലിറ്റി കണക്ഷൻസ് എന്തായാലും ഉണ്ടായിരിക്കും. പിന്നെ നെഗറ്റീവ് ആയിട്ടുള്ള പോസിബിലിറ്റി കൺക്ലൂഷൻസ് വന്നു കഴിഞ്ഞാൽ അവ തമ്മിൽ ആദ്യം റിലേഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുമോ നോക്കുക. പറ്റുന്നുണ്ടെങ്കിൽ ആ നോ പറയുന്നത് തെറ്റായിരിക്കും. ഇനി എക്സാമ്പിൾസ് ചെയ്യുമ്പോൾ കൂടുതൽ ക്ലിയർ ആയിരിക്കും. നോക്കാം. സം കാർ ഈസ് ട്രെയിൻ. അപ്പോൾ കാർ വരച്ചു. സം കാർ ഈസ് ട്രെയിൻ. സം ട്രെയിൻ ഈസ് ബസ്. all bus are plane. all plane are truck. no truck is bike. ശരിയാണോ നോക്കുക. സം കാർ ഈസ് ട്രെയിൻ, സം ട്രെയിൻ ഈസ് ബസ്, all bus are plane, all plane are truck, no truck is bike. ഇപ്പോൾ നമ്മൾ വരച്ചു. ഇതിൽ 5 കൺക്ലൂഷൻസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് കൺക്ലൂഷൻ പറഞ്ഞിരിക്കുന്നത് സം ബൈക്ക് ബീയിങ് കാർ ഈസ് എ പോസിബിലിറ്റി. ബൈക്കും കാറും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇതിൽ ആദ്യം എന്തൊക്കെയാണ് പോസിബിലിറ്റി ആയിട്ടുള്ള വരുന്ന കാര്യം നോക്കുക. സം കാർ ആർ ട്രെയിൻ, സം ട്രെയിൻ ആർ ബസ്, ഓൾ ബസ് ആർ പ്ലെയിൻ, ഓർ പ്ലെയിൻ ആർ ട്രക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുന്നേ പറഞ്ഞ ഡെഫിനറ്റ് ആയിട്ടുള്ള കൺക്ലൂഷൻസ് എന്തൊക്കെയാണ്? സം പ്ലെയിൻ ആർ ബസ് ട്രൂ ആണ്, സം ട്രക്ക് ആർ പ്ലെയിൻ ട്രൂ ആണ്, സം ട്രക്ക് ആർ ബസ് ട്രൂ ആണ്. അതേപോലെ സം ട്രെയിൻ ആർ പ്ലെയിൻ ട്രൂ ആണ്, സം ട്രെയിൻ ആർ ട്രക്ക് ട്രൂ ആണ്. പോസിബിലിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓൾ ട്രക്ക് ക്യാൻ ബി പ്ലെയിൻ, ഓൾ ട്രക്ക് ക്യാൻ ബി ബസ്, ഓർ ഓൾ പ്ലെയിൻ ക്യാൻ ബി ബസ്. അതേപോലെ തിരിച്ചുവിടുക. ഓൾ ട്രെയിൻ ക്യാൻ ബി ബസ്, ഓൾ ട്രെയിൻ ക്യാൻ ബി പ്ലെയിൻ, ഓൾ ട്രെയിൻ ക്യാൻ ബി ട്രക്ക്. അതൊക്കെ പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് സം ബൈക്ക് ബീയിങ് കാർ ഈസ് എ പോസിബിലിറ്റി. ബൈക്ക് ഇവിടെയാണ്, കാർ ഇവിടെയാണ്. അപ്പോൾ ഈ ബൈക്കിനെ നമുക്ക് ഇവിടെ ട്രക്കുമായിട്ട് കണക്ട് ചെയ്യാണ്ട് വരച്ചാൽ മതി. അപ്പോൾ ഈ ബൈക്കിനെ നമുക്ക് ഇവിടെ കണക്ട് ചെയ്ത് വരയ്ക്കുകയാണെങ്കിൽ പോസിറ്റീവായിട്ടുള്ള പോസിബിലിറ്റി പറയുമ്പോൾ അതിൻ്റെ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. അപ്പോൾ ബൈക്കും കാറും തമ്മിലുള്ള കണക്ഷൻ നമുക്ക് ശരിക്കും ഇവിടെ വരച്ചുകൂടെ? ഇവിടെ ബൈക്ക് വരയ്ക്കുന്നെങ്കിൽ ട്രക്കുമായിട്ട് കണക്ഷൻ ഇല്ല, ട്രക്കും പ്ലെയിനും ബസ്സുമായിട്ട് കണക്ഷൻ ഇല്ല, പക്ഷേ കാറുമായിട്ട് കണക്ഷൻ വന്നു. അതായത് സം ബൈക്ക് ബീയിങ് കാർ ഈസ് എ പോസിബിലിറ്റി എന്ന് പറയുന്നത് ട്രൂ ആയിരിക്കും. അങ്ങനെ ഒരു റിലേഷൻ നമുക്ക് ചാൻസ് ഉണ്ട്, അങ്ങനെ ഒരു റിലേഷൻ വരാൻ ചാൻസ് ഉണ്ട്. ആ ചാൻസാണ് ഓൾറെഡി കൺക്ലൂഷനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ കൺക്ലൂഷൻ ഫോളോ ചെയ്യും. രണ്ടാമത്തെ സം ട്രക്ക് ബീയിങ് കാർ ഈസ് എ പോസിബിലിറ്റി. ട്രക്ക് ഇവിടെ, കാർ ഇവിടെ. അത് ഓൾറെഡി ഞാൻ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറഞ്ഞു. ഇവിടെ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന റിലേഷൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. അതായത് ഒരേ ഡയഗ്രത്തിലാണെങ്കിൽ അല്ലെങ്കിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഡയഗ്രം ആണെങ്കിൽ അവ തമ്മിൽ എല്ലാത്തിനും റിലേഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. അതായത് ഈ ട്രെയിനും ട്രക്കും കൂടിയും കണക്റ്റഡ് ആണ്, ട്രെയിനും കാറും കൂടി കണക്റ്റഡ് ആണ്. ഈ കാറിനെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ വരച്ചൂടെ? അവിടെ വരയ്ക്കുകയാണെങ്കിൽ ഇവ തമ്മിലൊക്കെ കണക്ഷൻസ് വരും. അതായത് പോസിബിലിറ്റി എല്ലാത്തിനും വരും. അതായത് കാറും ട്രെയിനും തമ്മിലും, കാറും ബസ്സും തമ്മിലും, കാറും പ്ലെയിനും തമ്മിലും, കാറും ട്രക്കും തമ്മിലൊക്കെ കണക്ഷൻസ് വരും. അപ്പോൾ സം ട്രക്ക് ബീയിങ് കാർ ഈസ് എ പോസിബിലിറ്റി പറയുന്നത് എന്തായാലും ട്രൂ ആണ്. അങ്ങനെ ഒരു കണക്ഷൻ വരാം. പിന്നെ ഓൾ ബസ് ബീയിങ് ട്രക്ക് ഈസ് എ പോസിബിലിറ്റി. ബസ് ഇവിടെ, ട്രക്ക് ഇവിടെ. ഇതാണ് ഫസ്റ്റ് ഇതിൽ പറഞ്ഞത്. ഓൾ ബസ് ആർ ട്രക്ക് ട്രൂ ആണല്ലോ ഓൾറെഡി. കാരണം ഓൾ ബസ് ആർ പ്ലെയിൻ ആണ്,
ഓൾ പ്ലെയിൻ ആർ ട്രക്ക് ആണ്. അപ്പോൾ ഓൾ ബസ് ആർ ട്രക്ക് ഓൾറെഡി ട്രൂ ആണ്. അപ്പോൾ ഓൾ ബസ് ബീങ് ട്രക്ക് ഇസ് എ പോസിബിലിറ്റി പറഞ്ഞാൽ അത് ഫോൾസ് ആയിരിക്കില്ലേ? ഓൾറെഡി ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ് ഓൾ ബസ് ആർ ട്രക്ക് എന്ന്. അപ്പോൾ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന ഒരു സംഭവത്തിനെ വീണ്ടും പോസിബിലിറ്റിയിൽ പറഞ്ഞാൽ പോസിബിലിറ്റി ഫോൾസ് ആണ്. അതായത് ഓൾ ബസ് ബീങ് ട്രക്ക് ഇസ് എ പോസിബിലിറ്റി പറഞ്ഞാൽ അത് ഫോൾസ് ആണ്. പിന്നെ സം ട്രക്ക് ബീങ് ട്രെയിൻ ഈസ് എ പോസിബിലിറ്റി. ട്രക്ക് ഇവിടെ, ട്രെയിൻ ഇവിടെ. ഓൾറെഡി നമുക്ക് ഈ ഡയഗ്രത്തിൽ നിന്ന് സം ട്രെയിൻ ആർ ട്രക്ക് പറയാമല്ലോ, സം ട്രക്ക് ആർ ട്രെയിനും പറയാം. കാരണം ഈ പോർഷൻ അതാണ്, ട്രെയിനും ബസ്സും തമ്മിലും ട്രെയിനും പ്ലെയിനും തമ്മിലും ട്രെയിനും ട്രക്ക് തമ്മിലുള്ള കണക്ഷൻസാണ് പറയുന്നത്. ഓൾറെഡി അത് കണക്റ്റഡ് ആണ്. സം ട്രെയിൻ ആർ ട്രക്ക്, സം ട്രക്ക് ആർ ട്രെയിൻ ഓൾറെഡി ട്രൂ ആണ്. അപ്പോൾ സം ട്രക്ക് ബീയിങ് ട്രെയിൻ ഈസ് എ പോസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ട്രൂ ആയിട്ടുള്ള ഒരു കാര്യത്തിനെ പോസിബിലിറ്റിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫോൾസ് ആണ്. അപ്പോൾ സം ട്രക്ക് ബീയിങ് ട്രെയിൻ ഈസ് എ പോസിബിലിറ്റി പറഞ്ഞാൽ അത് ഫോൾസ് ആണ്. അടുത്തത് ഓൾ കാർ ബീയിങ് ട്രക്ക് ഈസ് എ പോസിബിലിറ്റി. കാർ ഇവിടെ, ട്രക്ക് ഇവിടെ. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു കാറും ഒരേ ഡയഗ്രത്തിൽ വരികയാണെങ്കിൽ അവ തമ്മിൽ എല്ലാത്തിലും അതായത് ലിങ്ക് വരാം, ചാൻസ് ഉണ്ട്, പോസിബിലിറ്റി ഉണ്ട്. അതായത് കാറും ബസ്സും തമ്മിലും കണക്ഷൻ വരാം, കാറും പ്ലെയിനും തമ്മിലും വരാം, കാറും ട്രക്കും തമ്മിൽ വരാം. അപ്പോൾ ഓൾ കാർ ബീയിങ് ട്രക്ക് ഈസ് എ പോസിബിലിറ്റി പറഞ്ഞാൽ അത് പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം എന്താ, ഈ കാറിനെയും ട്രക്കിനെ നമുക്ക് ഇവിടെ ചേർത്ത് വരയ്ക്കാം. അതായത് ഓൾ സം ട്രെയിൻ ആർ ബസ്, ഈ കാറിനെ നമുക്ക് ട്രെയിനായിട്ട് കണക്ട് ചെയ്ത് ഇങ്ങനെ വരയ്ക്കാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഓൾ കാർ ബീയിങ് ട്രക്ക് അല്ലേ വരിക, ഇവിടെ കാർ വരച്ചു വിചാരിക്കുക. അപ്പോൾ ഓൾ കാർ ബീയിങ് ട്രക്ക് ഈസ് എ പോസിബിലിറ്റി, അത് ട്രൂ ആണ്. അപ്പോൾ അഞ്ചാമത്തെ ട്രൂ ആണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ കൺക്ലൂഷനെ പോസിബിലിറ്റിയിൽ പറയുകയാണെങ്കിൽ അത് ഫോൾസ് ആയിരിക്കും. അതേപോലെ ഒരേ ഡയഗ്രത്തിൽ എല്ലാത്തിനും കണക്ട് ചെയ്യാൻ പറ്റും. അതായത് ഇവിടെ കാറും ബസ്സും തമ്മിൽ ഡയറക്റ്റ് ലിങ്ക് ഇല്ലെങ്കിൽ പോലും കാറും ബസ്സും തമ്മിൽ കണക്ഷൻ വരാം. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓൾ കാർ ബീയിങ് ട്രക്ക് ഈസ് എ പോസിബിലിറ്റി. ഡയറക്റ്റ് ലിങ്ക് ഇല്ലെങ്കിൽ പോലും കാറും ട്രക്കും തമ്മിൽ കണക്ഷൻ വരാം. ഓൾ കാർ ബീയിങ് ട്രക്ക് ഈസ് എ പോസിബിലിറ്റി, അത് ട്രൂ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. RB. All B are C, all C are D, some D are E, no E is F. ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ്. സം A are B, all B are C, all C are D, some D are E, no E is F. ഫസ്റ്റ് കൺക്ലൂഷൻ നോക്കാം. സം എഫ് ബീയിങ് എ ഈസ് എ പോസിബിലിറ്റി. എഫും എയും ഇവിടെ എഫ് ഈനെ കണക്ട് ചെയ്യാണ്ട് വരച്ചാൽ മതി. അപ്പോൾ ഈ എഫിനെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ വരയ്ക്കാം. ഈ എഫിന് ഇവിടെ വരച്ച് കഴിഞ്ഞാൽ എഫും ഇ ആയിട്ട് കണക്ഷൻ ഇല്ല, പക്ഷേ എയും എഫും ആയിട്ട് കണക്ഷൻ വന്നു. അപ്പോൾ എഫും എയും തമ്മിലൊരു റിലേഷൻ പോസിബിൾ ആണ്. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. സം എഫ് ബീയിങ് എ ഈസ് എ പോസിബിലിറ്റി, അത് ട്രൂ ആണ്. രണ്ടാമത്തെ സം ഇ ബീയിങ് എ ഈസ് എ പോസിബിലിറ്റി. ഇ ഇവിടെയാണ്, എ ഇവിടെയാണ്. ഇത് എന്തായാലും ട്രൂ ആയിരിക്കും. കാരണം എന്താ, നമ്മൾ മുന്നേ പറഞ്ഞു സിംഗിൾ ഡയഗ്രത്തിൽ വരുമ്പോൾ അവ എല്ലാം തമ്മിൽ ലിങ്ക്ഡ് ആണ്. എയും ബിയും തമ്മിൽ കണക്ഷൻ ഉണ്ട്, എയും സിയും ഉണ്ട്, എയും ഡിയും ഉണ്ട്. ഓൾ എ ക്യാൻ ബി സി, ഓൾ എ ക്യാൻ ബി ഡി, സം എ ക്യാൻ ബി ഇ, അതൊക്കെ പോസിബിൾ ആണ്. അപ്പോൾ സം എ ബീയിങ് എ ഈസ് എ പോസിബിലിറ്റി പറഞ്ഞാൽ ഇയും എയും തമ്മിലുള്ള കണക്ഷൻ നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. എഫ് ആയിട്ട് കണക്ട് ചെയ്യാണ്ടിരുന്നാൽ മതി. ഈ ഈനെ നമുക്ക് ഡി ആയിട്ട് കണക്ട് ചെയ്ത് ഇവിടെ വരച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഡയഗ്രാം പോസിബിൾ ആണല്ലോ. ഇ ഇവിടെ വരച്ചു, എഫ് ഇവിടെ വരും. അങ്ങനെയാണെങ്കിൽ ഇയും എയും തമ്മിലുള്ള റിലേഷൻ പോസിബിൾ ആണ്. അപ്പോൾ സം ഇ ബീയിങ് എ ഈസ് എ പോസിബിലിറ്റി പറയുന്നത് ട്രൂ ആണ്. ഓൾ എഫ് ബീയിങ് എ ഈസ് എ പോസിബിലിറ്റിയിൽ അവ തമ്മിലുള്ള റിലേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുമെന്നാണ് നോക്കേണ്ടത്. അപ്പോൾ ഓൾറെഡി എഫും എയും തമ്മിലുള്ള റിലേഷൻ നമ്മളിവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യും. മുകളിലത്തത് സം എ ബീയിങ് എ ഈസ് എ പോസിബിലിറ്റി ട്രൂ ആണെങ്കിൽ ഓൾ എഫ് ബീയിങ് എ ഈസ് എ പോസിബിലിറ്റി എന്ന് പറയുന്നതും ട്രൂ ആണ്. കാരണം എഫും എയും ഓൾറെഡി റിലേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. അടുത്ത് നോക്കാം. ഓൾ ബി ബീയിങ് ഡി ഈസ് എ പോസിബിലിറ്റി. ബി ഇവിടെ, ഡി ഇവിടെ. ഓൾറെഡി ഓൾ ബി ആർ സി, ഓൾ സി ആർ ഡി. അതുകൊണ്ട് തന്നെ ഓൾ ബി ആർ ഡി ആണ്. അപ്പോൾ ഓൾ ബി ബീയിങ് ഡി ഈസ് എ പോസിബിലിറ്റി പറഞ്ഞാൽ ഫോൾസ് ആയിരിക്കില്ലേ? കാരണം ഓൾറെഡി ഓൾ ബി ആർ ഡി ആണ്. അത് വീണ്ടും പോസിബിലിറ്റിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഓൾ ബി ബീയിങ് ഡി ഈസ് എ പോസിബിലിറ്റി പറഞ്ഞാൽ അത് ഫോൾസ് ആയിരിക്കും. കാരണം ഓൾറെഡി ആ റിലേഷൻ എസ്റ്റാബ്ലിഷ്ഡ് ആണ്. ഓൾ ബി ആർ ഡി എന്ന് പറയുന്നത് ഓൾറെഡി ട്രൂ ആണ്. അതുകൊണ്ട് ഓൾ ബി ബീയിങ് ഡി ഈസ് എ പോസിബിലിറ്റി പറഞ്ഞാൽ ഫോൾസ് ആണ്. അടുത്ത സം ഡി ബീയിങ് എ ഈസ് എ പോസിബിലിറ്റി. ഇവിടെ നോക്കുക, സം ഡി ആർ എ ഓൾറെഡി ആണല്ലോ. കാരണം എന്താ, ഈ ഒരു റീജിയൻ പറയുന്നത് എന്താണ്,
സം എ ആർ ബി ആണ്, സം എ ആർ സി ആണ്, സം എ ആർ ഡി ആണ്, അല്ലെങ്കിൽ സം ഡി ആർ എ ആണ്. അപ്പോൾ ഓൾറെഡി സം ഡി ആർ എ ആണ്. അപ്പോൾ പറഞ്ഞിരിക്കുകയാണ് സം ഡി ബീയിങ് എ ഇസ് എ പോസിബിലിറ്റി എന്ന്. ഓൾറെഡി സം ഡി ആർ എ ആവുമ്പോൾ സം ഡി ബീയിങ് എ ഇസ് എ പോസിബിലിറ്റി പറഞ്ഞാൽ അത് ഫോൾസ് ആയിരിക്കും, കാരണം ഓൾറെഡി ആ റിലേഷൻ എസ്റ്റാബ്ലിഷ്ഡ് ആണ്. ഇനി അടുത്തത് നോയിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൺക്ലൂഷനാണ്. നോ ബി ബീയിങ് എ ഇസ് എ പോസിബിലിറ്റി. നോ വെച്ചിട്ടാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? പോസിബിലിറ്റി ചെക്ക് ചെയ്യണമെങ്കിൽ അവ തമ്മിലുള്ള റിലേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ആദ്യം നോക്കുക. അപ്പോൾ ബിയും എയും എവിടെയാണ്? ബിയും എയും ഇവിടെയാണ്. ഇവ തമ്മിൽ എന്തായാലും റിലേഷൻ ഉണ്ട്. ഓൾ ബി ക്യാൻ ബി എ, ഓൾ എ ക്യാൻ ബി ബി, അല്ലെങ്കിൽ സം ബി ആർ എ, അല്ലെങ്കിൽ സം എ ആർ ബി ആണ് അവിടെ റിലേഷൻ. അപ്പോൾ ഓൾറെഡി ബിയും എയും തമ്മിലുള്ള റിലേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ നോ ബി ബീയിങ് എ ഇസ് എ പോസിബിലിറ്റി പറയുന്നത് ഫോൾസ് ആണ്. കാരണം അവ തമ്മിൽ എന്തായാലും റിലേഷൻ ഉണ്ട്, പോസിബിൾ ആയിട്ടുള്ളൊരു റിലേഷൻ ഉണ്ട്. അപ്പോൾ നോ ബീയിങ് എ ഇസ് എ പോസിബിലിറ്റി പറയുന്നത് ഫോൾസ് ആയിരിക്കും. അപ്പോൾ പോസിബിലിറ്റി വരുന്ന കേസസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. മെയിനായിട്ട് ഇതിൽ നോക്കേണ്ടത് എന്താണ്? ഡെഫിനറ്റ് ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന സ്റ്റേറ്റ്മെൻറ്റോ കൺക്ലൂഷൻസോ വീണ്ടും പോസിബിലിറ്റിയിൽ വരികയാണെങ്കിൽ അത് ഫോൾസ് ആയിരിക്കും. പിന്നെ ഇൻ്റർലിങ്ക്ഡ് ആയിട്ടുള്ള ഒരു ഡയഗ്രാം ആണെങ്കിൽ അതിൽ എല്ലാ എലമെൻസും തമ്മിൽ ഒരു ഓൾ എ ആർ ബി, ഇപ്പോൾ ഇവിടെ പറഞ്ഞു വെച്ചാൽ എയും ഇയും തമ്മിലുള്ള റിലേഷൻ പറഞ്ഞതുപോലെ എല്ലാം തമ്മിൽ ലിങ്ക് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി എന്തായാലും ഉണ്ടായിരിക്കും. പിന്നെ നെഗറ്റീവായിട്ടുള്ള ഒരു പോസിബിലിറ്റി കേസ് വരികയാണെങ്കിൽ അവ തമ്മിലുള്ള റിലേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുമോ നോക്കുക. പറ്റുമെങ്കിൽ ആ നോ പറയുന്നത് ഫോൾസ് ആയിരിക്കും. ഇത്രയും കാര്യമാണ് പോസിബിലിറ്റിയിൽ നോക്കേണ്ടത്. ഡയഗ്രാം ക്ലിയർ ആയിട്ട് വരച്ച് കഴിഞ്ഞാലും അതേപോലെ കൺസെപ്റ്റ് കറക്റ്റായി മനസ്സിലാക്കിയാലും ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. താങ്ക് യു.